എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായ മൊമെന്റ്സുകളിലൊന്ന് ലിയണൽ മെസ്സി ഖത്തറിൽ നടന്ന വേൾഡ് കപ്പ് കിരീടം ചൂടിയതാണ്. ഈ വാക്കുകൾ പറയുന്നത് ലിയണൽ മെസ്സിയുടെ ഉറ്റ സുഹൃത്തും ബ്രസീൽ ഇതിഹാസ താരവുമായ നെയ്മർ ജൂനിയറാണ്. അടുത്ത വേൾഡ് കപ്പിൽ തനിക്കും അത് സാധിക്കുമെന്ന പ്രതീക്ഷ നെയ്മർ ജൂനിയർ പങ്കുവച്ചിട്ടുണ്ട്. നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ലൈഫിലെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അത് 2022 വേൾഡ് കപ്പാണ്. അതിൽ ലിയണൽ മെസ്സി ആ ടൂർണമെന്റ് വിജയിച്ചപ്പോൾ ലിയണൽ മെസ്സിയുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷവും റിലീഫും ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. പണം കൊടുത്തു വാങ്ങാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട്. ലിയണൽ മെസ്സിയുടെ വേൾഡ് കപ്പ് നേട്ടം അതിലൊന്നാണ്. അത് ലിയണൽ മെസ്സിക്ക് നൽകിയ റിലീഫ് എത്രത്തോളമാണെന്ന് എനിക്കറിയാം. തീർച്ചയായും വേൾഡ് കപ്പ് എന്ന് പറയുന്നത് വലിയൊരു ലക്ഷ്യമാണ്. ശരിക്കും വേൾഡ് കപ്പിൽ മെസ്സിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. കാരണം അതേ സാഹചര്യത്തിലൂടെ എൻ്റെ രാജ്യത്തിനൊപ്പം ഞാനും കടന്നുപോയതാണ്. പരാജയത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീണ്ടുമുള്ള തിരിച്ചുവരവും അദ്ദേഹത്തിൻ്റെ വീണ്ടുമുള്ള അറ്റംപ്റ്റുമെല്ലാം അവസാനം വിജയത്തിലേക്ക് എത്തിച്ചപ്പോൾ ഇതുപോലെ അടുത്ത വർഷം എനിക്കും സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിനും ക്രെഡിറ്റ് നൽകണം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒറ്റക്ക് കളിക്കുന്ന കളിയല്ല, അതൊരു ടീം ഗെയിമാണ്. ഗോൾ കീപ്പർ മുതൽ ഫോർവേഡ് വരെ എല്ലാവർക്കും ഈ കളിയിൽ പ്രാധാന്യമുണ്ട്. നെയ്മർ ജൂനിയറുടെ വാക്കുകളാണിത്. റൈവലറി ടീമിലെ ഒരു അംഗമാണെങ്കിൽ പോലും എത്ര മനോഹരമായിട്ടാണ് ലിയണൽ മെസ്സിയെ നെയ്മർ സപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും നെയ്മർ പറഞ്ഞതുപോലെ തന്നെ പണം കൊടുത്തു വാങ്ങാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട്. അതിൽ ഒന്ന് തന്നെയാണ് ലിയണൽ മെസ്സി വേൾഡ് കപ്പ് നേടിയത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ലിയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും തമ്മിലുള്ള സുഹൃത്ത് ബന്ധവും. മെസ്സിയുടെയും നെയ്മറുടെയും സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക.